കഴിഞ്ഞ ദിവസം ഈ ട്രംപിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി വാൻസിൻ്റെ ഒരു പ്രസ്താവന കണ്ടു. അതായത് ബ്രിട്ടൻ വലിയ താമസമില്ലാതെ ഒരു ഇസ്ലാമിക രാജ്യമായി മാറും. ഇപ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ടൊരു കമൻറ്റും കണ്ടു, ബ്രിട്ട് ഈസ്താൻ ആയിട്ട് ബ്രിട്ടൻ്റെ പേര് മാറും, UK. അതായത് ഈ വലിയ തോതിൽ അഭയാർത്ഥികൾ കുടിയേറ്റക്കാർ വന്ന് ബ്രിട്ടനിലെ തദ്ദേശീയ ജനവിഭാഗത്തെക്കാൾ, ബ്രിട്ടൻ ഒരു അറിയപ്പെടുന്ന ഒരു കത്തോലിക്ക രാജ്യമാണ് അല്ലേ, ക്രിസ്ത്യൻ രാജ്യമാണ്, ആംഗ്ലിക്കൻ ചർച്ച്, ക്രിസ്ത്യൻ രാജ്യമാണ്. പക്ഷെ അത് വന്നിട്ട് ഇപ്പോൾ ലണ്ടനിലെ പോലും മേയർ ഇപ്പോൾ മുസ്ലിമാണ്. ആറോ ഏഴോ മേയർമാരും പാകിസ്ഥാനി ഒറിജിൻ ആണ് ഇപ്പോൾ ലണ്ടൻ മേയർ. അപ്പോൾ മാത്രമല്ല, ലണ്ടനെ അവർ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുമെന്നുള്ള മതമൗലികവാദികളുടെ ഒരുപാട് വീഡിയോസും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അമേരിക്കയിൽ ട്രംപ് ഈ പറഞ്ഞ പോലെ കുടിയേറ്റത്തിനെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്ന ആളാണ്. ട്രംപിന് അതുകൊണ്ട് തന്നെ ഒരു നാഷണലിസം എന്ന ഇന്ത്യയിൽ മോദിയൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ദേശീയതാവാദം ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് ട്രംപ്. അതുകൊണ്ട് തന്നെ ലോകത്ത് വ്യാപകമായി ട്രംപിനും ട്രംപിൻ്റെ രാഷ്ട്രീയത്തോടും എതിർപ്പുള്ള ആളുകളുമുണ്ട്. ലെഫ്റ്റ് ലിബറലുകൾ, ഇസ്ലാമിസ്റ്റുകളൊക്കെ ട്രംപിനെതിരാണ്. നമുക്ക് ഇന്ത്യയെ പോലും അറിയാം, ട്രംപ് എന്ന് പറയുമ്പോൾ ഇവിടെ പോലും ആളുകൾ അങ്ങനെ കുരുപൊട്ടുകയാണ് അവരുടെ ഒരു സോഷ്യൽ മീഡിയ ഭാഷയെ പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇപ്പോൾ ബൈഡൻ മാറിയിട്ട് കമല വരുന്നു. കമല ഇത്തരം കുടിയേറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഇസ്ലാമിസ്റ്റ് എന്ന് പറയാവുന്ന, അല്ലെ കുടിയേറ്റത്തിന് അനുഭാവമുള്ള ഒരു നിലപാടാണ് കമലയ്ക്കെന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഭാവിയിൽ UK പിന്നാലെ, ഗ്രേറ്റ് ബ്രിട്ടൻ്റെ പിന്നാലെ അമേരിക്കയും ഒരു ഇസ്ലാമിക രാജ്യമായി മാറുമോ? അല്ല, കമല ഹാരിസിന് ഈ ഇമിഗ്രേഷന് പെട്ടെന്ന് അങ്ങോട്ട് എതിർക്കാൻ പറ്റില്ല. കാരണം അവരുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണല്ലോ. അവരുടെ അവർ കുടിയേറ്റക്കാരിയാണ്. കുടിയേറ്റത്തിൻ്റെ ഒരു സിമ്പലാണല്ലോ ശരിക്കും പറഞ്ഞാൽ. അതെ, ഫാദർ ജമൈക്കക്കാരനായിരുന്നു, മദർ ഇന്ത്യക്കാരത്തിയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഇമിഗ്രേഷനെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് എതിർത്ത് പറയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല, അവരിപ്പോൾ പ്രത്യേകിച്ച് മെക്സിക്കോയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇടിച്ചു കയറുന്നുണ്ട്, അതിനെതിരെ അവിടെ മതിൽ വേണം എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ആ കാര്യത്തിലും കമല ഹാരിസ് കുറച്ച് സോഫ്റ്റായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇമിഗ്രേഷൻ്റെ കാര്യത്തിൽ അവരൊട്ടും ടഫല്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് സേ എനി ഓഫ് ദീസ് പീപ്പിൾ, ട്രംപിൻ്റെയോ അല്ലെങ്കിൽ JD വാൻസിൻ്റെ ഒന്നും ലൈനല്ല. പക്ഷേ ഈസ് വെരി സോഫ്റ്റ് ഇൻ ദി മാറ്റർ. പക്ഷേ ട്രംപും ഈ പറഞ്ഞ വാൻസും നിർബന്ധമായിട്ടും ഇമിഗ്രേഷനെ എങ്ങനെയൊക്കെ തടുത്തു നിർത്താൻ പറ്റുമോ അതാണ് ആഗ്രഹിക്കുന്നത്. അല്ല സാർ, ഞാനൊരു സംശയം ചോദിക്കുന്നത്, നമ്മളിപ്പോൾ UK കാര്യം പറഞ്ഞല്ലോ. UK ഈ പറഞ്ഞ പോലെ വലിയ തോതിൽ ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലാണ് പല പ്രദേശങ്ങളും. അവിടുത്തെ നിർണായകമായ സ്ഥാനങ്ങളെല്ലാം അവർ കൈയടക്കി കഴിഞ്ഞു വന്നവരാണ്. എങ്ങനെയാണ് UK ഇത്രമാത്രം മുസ്ലിമുകൾ ഉണ്ടായത്? എങ്ങനെയാണ്? ആംഗ്ലിക്കൻ ചർച്ച് എന്ന് പറയുന്ന ഒരു സഭയാണ് അവിടെ നിർണായകം. കാൻറ്റർബറി ആർച്ച് ബിഷപ്പിന് വലിയ സേ ഉള്ള രാജ്യമാണ്. എന്നിട്ടും എങ്ങനെയാണ് മുസ്ലിം പോപ്പുലേഷൻ ഇത്രമേൽ കൂടി വന്നത്? മുസ്ലിം പോപ്പുലേഷൻ പണ്ട് ഇന്ത്യ വാസ് എ ബ്രിട്ടീഷ് കോളനി. അപ്പോൾ ആ സൗകര്യം ഉപയോഗിച്ച് പാകിസ്ഥാനിൽ നിന്നും പലരും അവിടെ പോയിരുന്നു. പിന്നെ അവർ പോയി കഴിയുമ്പോൾ അവരുടെ ബന്ധുക്കളെയും സ്വന്തക്കാരെയൊക്കെ ഒരുപാട് പേര് അവിടെ കൊണ്ടുവരുന്നു. ഒരാളൊറ്റയ്ക്കല്ല പോണേ, പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിലുള്ള എല്ലാ ആൾക്കാരെയും ബന്ധുക്കളെയൊക്കെ അങ്ങനെ കൊണ്ടുപോയി അവിടെ നാളുകളായിട്ട് ഇതിങ്ങനെ തുടർന്ന് ഇപ്പോൾ നല്ല ഒരു പോപ്പുലേഷൻ പാകിസ്ഥാനി ഒറിജിനുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിംസിൻ്റെ അവിടെ വന്നപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിൽ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും അവർ കൂടുതൽ ആൾക്കാരെ, സ്വന്തക്കാരെയും ബന്ധക്കാരെയൊക്കെ അവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അത്. എന്നിട്ട് UK ഇതിനെതിരെ ഒരു നിലപാടെടുക്കുന്നില്ലല്ലോ. UK വളരെ വിശാല മനസ്കരാണ്. പക്ഷേ ഈ മനസ്സിൻ്റെ വിശാലത കൂടുന്നതും ഒരു പ്രശ്നമാണോ? കൂടുതൽ എല്ലാ സൗകര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ഇടിച്ചു കയറും. ഇപ്പോൾ ഓരോ രാജ്യങ്ങളുടെയും ബോർഡറിൽ ബോട്ടിലോ കപ്പലിലൊക്കെ വന്ന് ഇടിച്ചു കയറി കഴിഞ്ഞിട്ട് അവർ മനുഷ്യരല്ലേ, അവരെ നമ്മൾ പരിപാലിക്കേണ്ടത് എന്നുള്ളൊരു കാഴ്ചപ്പാട് വെച്ച് ഇരിക്കുന്നു. അത് മുതലെടുക്കുന്നു വരുന്നവർ. പക്ഷേ വന്നു കഴിഞ്ഞാൽ പലരും അവിടെ സമാധാനത്തിലല്ല ജീവിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഞാൻ ഈയിടെ ഒരു ഇംഗ്ലീഷ് പ്രസിദ്ധീകരണത്തിൽ ഒരു കാർട്ടൂൺ കണ്ടു. 4-5 പേര് ഒരു ബോട്ടിൽ പോവുകയാണ്. കാർട്ടൂണാണ്. അപ്പോൾ ഒരു ബ്രിട്ടീഷ് ഷിപ്പ്, കോസ്റ്റ് ഗാർഡ് അവരെ തടഞ്ഞു നിർത്തും. നിങ്ങൾ എവിടെ പോകാമെന്ന് ചോദിക്കുന്നു. അവർ പറയുന്നത് ഞങ്ങൾ UK പോകാം, UK കീഴടക്കാൻ പോവാണെന്ന് പറഞ്ഞു. ഉടനെ അതിൻ്റെ ക്യാപ്റ്റൻ ചോദിക്കും, നിങ്ങൾ 4 പേരോ ബ്രിട്ടനെ കീഴടക്കാനോ? അവർ പറയുകയാണ് മറുപടി, ഞങ്ങളുടെ 3 മില്യൺ അവിടെ ഉണ്ട്, ഞങ്ങൾ അവസാനത്തെ 4 പേരാണെന്ന്. അല്ല, അതാണ് സാഹചര്യം. അതാണ് ബ്രിട്ടൻ അതിൻ്റെ ശരിക്കുള്ള അപകടം തിരിച്ചറിയുകയോ അതോ മഹാമനസ്കത കൂടിയിട്ടാണോ എന്നുള്ളത്. അതാണ് ഇപ്പോൾ വാൻസ് പറയുന്നത്, ലോകത്തെ ആദ്യത്തെ ഇസ്ലാമിക് ന്യൂക്ലിയർ പവറായിട്ട് ബ്രിട്ടൻ മാറുമെന്ന് പറയും. അതെ, വാൻസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
അത് കാരണം അത്രയധികം ആൾക്കാർ അവിടെ പെട്ടെന്ന് അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല മേയർമാർ പലരും ഈ പറഞ്ഞ രീതിയിലാണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഇപ്പോൾ കുറേ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അല്ല, ഇവിടെ ഒരു ചോദ്യമുണ്ട്, മുസ്ലിം വന്നാൽ എന്താ കുഴപ്പം എന്നൊരു ചോദ്യം എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുസ്ലിം ആയാലും എന്താ കുഴപ്പം? ഇവിടെ നമ്മൾ UK കാണുന്നത് ഇങ്ങനെ ബ്രിട്ടീഷ് പാർലമെൻറ്ററിയൻസ് ആയിട്ട് വരുന്ന ആളുകൾ അല്ലെങ്കിൽ മേയർമാർ അവരൊക്കെ നമ്മുടെ മതം വളർത്തണം, നമുക്ക് പരമാവധി പോപ്പുലേഷൻ കൂട്ടണം എന്ന് നിരന്തരമായി പറയുന്നുണ്ട്. അവിടെയാണ് വ്യത്യാസം. വന്നിട്ടൊരാൾ ആ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി അവിടുത്തെ പൗരന്മാരെ പോലെ ഒരു ബ്രിട്ടീഷുകാരനോ അല്ലെ ഇന്ത്യക്കാരനോ ആണ് താൻ എന്ന് പ്രഖ്യാപിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഞാൻ എൻ്റെ മതത്തിൻ്റെ ആളാണ്, നമുക്ക് സമ്പൂർണ്ണമായ ഇസ്ലാമികവൽക്കരണം വേണം, അതിനുവേണ്ടി നമ്മുടെ സ്വാധീനം കൂട്ടണം, എണ്ണം കൂട്ടണം എന്ന് പറയുന്നിടത്താൽ കുഴപ്പം. അങ്ങനെ കുറേ പേര് അവിടെ ഈ പാക് ഒറിജിനുള്ള അതേപോലെ മറ്റ് മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ടവർ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്നുണ്ട്. പ്യുവർലി ഫ്രം റിലീജിയസ് ഓർ കമ്മ്യൂണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ അവിടുത്തെ രാഷ്ട്രീയത്തെ കാണുന്ന കുറേ പേരുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ദാറ്റ് ക്യാൻ ബി ഇഗ്നോർഡ്. അത് ഉണ്ട്. പക്ഷേ ബ്രിട്ടീഷുകാർ വിശാല മനസ്കരായിട്ടും അതേപോലെ റൂൾ ഓഫ് ലോയും ഹ്യൂമൻ റൈറ്റ്സും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഇപ്പോൾ കുറച്ചും കൂടി അതിനെപ്പറ്റി ബോധവാന്മാരാണ് ചിന്തിക്കുന്നത്. അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവരെല്ലാം അവിടുത്തെ പൗരന്മാരാണ്. ഈ പറഞ്ഞവരൊക്കെ അവിടുത്തെ പൗരന്മാരാണ്. അല്ല ഇത് ഇമിഗ്രൻസ് ആയിട്ട് വന്നവരെ വേർതിരിച്ച് നിർത്താനൊന്നും പറ്റില്ല. അതിനുള്ള നിയമനിർമ്മാണം നടത്താൻ പറ്റുമോ? പറ്റില്ല. അപ്പം അത് അവർ കുറേ പേരൊക്കെ റവാണ്ടയിലേക്ക് ഇങ്ങനെ ഈ ഇമിഗ്രൻസ് ആയിട്ട് വരുന്ന ആൾക്കാരെ കുറച്ച് പേര് അല്ലെങ്കിൽ റെഫ്യൂജീസ് ആയിട്ട് വരുന്ന ആൾക്കാരെ കുറേ പേരൊക്കെ റവാണ്ടയിലേക്ക് വിടാനായിട്ട് ശ്രമിച്ചിരുന്നു. അപ്പോഴും ഈ പറഞ്ഞ ഹ്യൂമൻ റൈറ്റ്സിൻ്റെയും മറ്റ് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ ആൾക്കാർ തുടങ്ങും. അതുകൊണ്ട് നിയമങ്ങളെല്ലാം പാലിച്ചു കഴിയുമ്പോഴും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. എല്ലാ 10-20 വർഷത്തിനാവും ബ്രിട്ടൻ ഒരു ഇസ്ലാം കൺട്രി ആയിട്ട് മാറുമോ? ഇസ്ലാമിക് കൺട്രി ഒന്നും ആകുമായിരിക്കില്ല. പക്ഷേ അവർ കൂടുതലുള്ള സ്ഥലങ്ങളിൽ അവരുടെ സ്വാധീനം ശരിക്കും ചെലുത്തുന്നുണ്ട്. എല്ലായിടത്തും UK ഒക്കെ വലിയ ശാന്തമായ രാജ്യങ്ങളാണ്. ഇപ്പോൾ വയലൻസ് ആണ്. വലിയ സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ, തീവെപ്പ്, വെടിവെപ്പ്, തെരുവ് യുദ്ധങ്ങൾ ഒക്കെ പലയിടത്തും ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ യൂറോപ്പിലെ ചില രാജ്യങ്ങളൊക്കെ അതിനെപ്പറ്റി വളരെ കൺസേൺഡ് ആണ്. പോളണ്ട് ഒറ്റ മുസ്ലിമിനെയും കയറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ അതേസമയം അവർ 2.5 മില്യൺ ആൾക്കാരെ സെലൻസ്കിയുടെ ആൾക്കാർ, അതായത് യുക്രൈനിൻ്റെ ആൾക്കാരെ അവർ കയറ്റിയിട്ടുണ്ട്. അവർ വേറെ അവിടെ വരുന്നവരെല്ലാവരെയും സ്വീകരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അവർ മുസ്ലിംസിനെ അവിടെ കയറ്റുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് ആണ് ഈ പറഞ്ഞ പോളണ്ടിലെ കേസ്. പിന്നെ നോർവേയിൽ ഇപ്പോൾ അവർ സ്വീകരിക്കുന്നില്ല. പിന്നെ സ്വീഡനിൽ എനിക്ക് തോന്നുന്നു കുറേ പേരൊക്കെ പറഞ്ഞയക്കാണ്. പിന്നെ ഹോളണ്ടിലും അവർ ചിലരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇസ്ലാമോഫോബിയ എന്ന് പറയാം. ഹോളണ്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട്. ഈ ഭയക്കാതെ തരമില്ലല്ലോ. ഇവർക്ക് ഭൂരിപക്ഷം വന്നു കഴിഞ്ഞാൽ ഇവർ കാട്ടിക്കൂട്ടുന്നതൊക്കെ എന്താണ്? സമാധാനത്തോടെ ജീവിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തദ്ദേശീയരായ ആളുകൾക്ക് ഒരു ആശങ്ക ഉണ്ടാവുന്നതിനെ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എല്ലായിടത്തും നോക്കുമോ, ഇപ്പം നമുക്ക് ഈ മുസ്ലിം സഹോദരന്മാരായിട്ടുള്ള ആളുകളോട് വ്യക്തിപരമായ സുഹൃത്തുക്കളോട് ചോദിക്കാറുണ്ട്, എന്താണ് ഇങ്ങനെ? അവർ പറഞ്ഞു നമ്മളൊക്കെ എന്ത് ചെയ്യാനാ? ചില ആളുകളുണ്ട് മതം ഇങ്ങനെ തലച്ചോറിനകത്ത് കയറിയിട്ട് അതിനു വേണ്ടിയിട്ട് മാത്രം ചിന്തിക്കുന്ന ആളുകൾ. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. മതമൗലികവാദികൾ എപ്പോഴും ന്യൂനപക്ഷമാണ്. പക്ഷേ അവർ ഭൂരിപക്ഷത്തിനെ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് അവർ ഇൻടോക്സിക്കേറ്റഡ് വിത്ത് റിലീജിയൻ എന്ന് പറഞ്ഞ പോലെ മതം തന്നെ മനസ്സിലായിട്ട് നടക്കുന്ന കുറേ പേരുണ്ട്. പക്ഷെ അതേസമയം ചില രാജ്യങ്ങളിലൊക്കെ മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ UAE, സൗദി. അതെ, UAE സൗദിയൊക്കെ മാറുന്നു. ഇസ്ലാമിക രാജ്യങ്ങൾ മാറുമ്പോൾ ഈജിപ്റ്റ്, അവരൊക്കെ പാശ്ചാത്യ രാജ്യങ്ങൾ. ഈ ക്രിസ്ത്യാനിറ്റിയുടെ അവസാനം കുറിക്കാനുള്ള ഒരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ടോ? അങ്ങനെയൊക്കെ അവർ ചിലപ്പോൾ അല്ല. എന്നാലും നമുക്ക് ലെറ്റസ് ബി ഓപ്റ്റിമിസ്റ്റിക്. കാരണം ഇത്രയും രാജ്യങ്ങളിലൊക്കെ സൗദിയിലും UAEയിലും ഈജിപ്തിലും ഒക്കെ ഇങ്ങനത്തെ ചേഞ്ചസ് വരാമെങ്കിൽ ഇൻ കോഴ്സ് ഓഫ് ടൈം ദാറ്റ് വിൽ സ്പ്രെഡ്. പക്ഷേ അതിനു മുമ്പ് ഇതൊന്നും വലിയൊരു ഹാർഡ്ഷിപ്പിലൂടെ കടന്നു പോയിട്ടേ പിന്നെ മാറ്റം വരത്തുള്ളൂ. അതത്രേ ഉള്ളൂ. കുറേ സഹിക്കാൻ വയ്യ. യൂറോപ്പ് കുറേ അനുഭവിക്കാനുണ്ട് അല്ലേ? കുറേ അനുഭവിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ നോർവേയിലെ, സ്വീഡനിലെ, അതേപോലെ ഹോളണ്ടിലേക്ക് കാര്യം പറയുന്നത്. അപ്പോൾ അതേപോലെ പല രാജ്യങ്ങളും പതുക്കെ മാറി ചിന്തിക്കുന്നുണ്ട്. ഈ പോളണ്ടിൽ കഴിഞ്ഞ വർഷമൊക്കെ അവരുടെ ഒരു BBC-യിൽ പോളിഷ് പ്രൈം മിനിസ്റ്റർ ഫോറിൻ മിനിസ്റ്ററായിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അടുത്തടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ റെഫ്യൂജീസ് വരുന്നതിനെ സ്വീകരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. പോളണ്ടിൽ ഈ യുക്രൈനിൽ നിന്ന് ഇത്രയും ആൾക്കാർ വന്നു, 2.5 മില്യൺ ആൾക്കാർ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ
വേറെ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോൾ പഴയ പോലെ ഇല്ല. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇപ്പോൾ ഇവിടെ ആരെയും സ്വീകരിക്കുന്നില്ല എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അല്ല സാർ, ഇപ്പോൾ ഈ കമല ഹാരിസ് ആണല്ലോ ട്രംപിന് എതിരാളിയായിട്ട് വരുന്നത്. അപ്പോൾ ഈ ട്രംപ് ഇനി ഇൻ കേസ് കമല ഹാരിസ് വിജയിച്ചു വന്നാൽ അമേരിക്കയുടെ നയങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? നയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ്റെ കാര്യത്തിൽ പഴയ പോലെ ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ JD വാൻസിനെ പോലെ അങ്ങനത്തെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവർ വളരെ സോഫ്റ്റായിട്ടാണ്, കൈൻഡായിട്ടാണ് ഈ കാര്യം കാണുന്നത്. അവർ പറയുന്നത് കുറേ പേരൊക്കെ വരും, അതിനെപ്പറ്റി ഇത്ര സ്ട്രിക്റ്റ് ആവേണ്ട ആവശ്യമില്ല, മാത്രമല്ല ഇതിനുവേണ്ടി മതിൽ നിർമ്മിക്കലൊന്നും പ്രാവർത്തികമല്ല, ചിലർ മെക്സിക്കോയിൽ നിന്ന് വരുന്നുണ്ട്, അവരോടൊക്കെ നമ്മൾ കൈൻഡ് ആൻഡ് കൺസിഡറേറ്റ് ആൻഡ് സിമ്പതറ്റിക് ആയിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ വിദേശ രാജ്യങ്ങൾ അവർക്ക് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഷീ ഹെർസെൽഫ് ഇങ്ങനെ വന്നതാണല്ലോ, മദർ മദർ ഇന്ത്യക്കാരത്തി, ഫാദർ ജമൈക്കക്കാരൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വഴിക്ക് വന്നിരുന്ന ഒരാൾ വേറെ രാജ്യങ്ങളിൽ നിന്നും വരുന്നവരെ നിങ്ങൾ വരണ്ട എന്ന് തീർത്തങ്ങ് പറയാൻ അവർക്കൊരു പ്രയാസമുണ്ട്. എങ്ങനെയാലും ഡൊണാൾഡ് ട്രംപിനേക്കാളും JD വാൻസിനേക്കാളും ഒക്കെ വളരെ സോഫ്റ്റ് ആയിരിക്കും ഈ ഇമിഗ്രേഷൻ കാര്യത്തിൽ കമല ഹാരിസ്. ഇസ്രായേൽ പ്രശ്നത്തിൽ അല്ലെ പലസ്തീൻ പ്രശ്നത്തിൽ ഈ ട്രംപിൻ്റെയും കമലയുടെയും നയങ്ങൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇസ്രായേലിനെ ഒരു മാനസപുത്രനെ പോലെയാണ് കാണുന്നത്. JD വാൻസും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അവർ എന്ത് സപ്പോർട്ട് കൊടുക്കാനും തയ്യാറാണ്. JD വാൻസ് ഈ മറ്റേ ട്രംപിന്റെ ഒരു ക്ലോണാണ്, ഒരു മിനിയേച്ചറാണ്. ട്രംപിന്റെ വിരുദ്ധനായിരുന്നു. അതെ, അദ്ദേഹത്തെ വിളിക്കാത്ത പേരുകളൊന്നുമില്ല. അതായത് അമേരിക്കൻ ഹിറ്റ്ലർ എന്ന് പറഞ്ഞു, പിന്നെ കൾച്ചറൽ ഹെറോയിൻ എന്ന് പറഞ്ഞു, പിന്നെ ഇഡിയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാവുന്ന പേരുകൾ അദ്ദേഹത്തിന് അറിയാവുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ ഒരു കാലത്ത് ആദ്യം. പക്ഷെ പിന്നെ അതായത് ഈ വെള്ളക്കാരെ പറഞ്ഞ് പറ്റിച്ച് വെള്ളക്കാർക്ക് വാഗ്ദാനങ്ങൾ കൊടുത്ത് പറ്റിക്കുന്ന ആളാണെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആദ്യം. പിന്നെ 2022 ഇവർ തമ്മിൽ അദ്ദേഹം സെനറ്ററായിട്ട് മത്സരിക്കുന്ന സമയത്ത് ട്രംപ് അപ്പോൾ ട്രംപിൻ്റെ അടുത്ത് പോയിരുന്നു. ട്രംപ് ഇദ്ദേഹത്തെ ഈ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുറേ ലേഖനങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഈ വാൻസ് നല്ലൊരു റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഹിൽബില്ലി LG എന്ന് പറയുന്ന പുസ്തകം വളരെ ഫേമസ് ആയി, അതെ, ബെസ്റ്റ് സെല്ലറായി, പിന്നെ സിനിമയായി, പിന്നെ ട്രംപ് തന്നെ അത് വായിച്ചിട്ടുണ്ടായിരുന്നു. ആ കെയർ ഓഫിൽ ട്രംപിന് വാൻസിനോട് നല്ല ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തെ പറ്റി എഴുതി വിടുന്നതൊക്കെ വളരെ മോശമായിട്ടായിരുന്നു. അതുകൊണ്ട് കയറി വന്നപ്പോൾ തന്നെ നല്ല ഒരു എക്സ്പ്ലേറ്റീവ് അല്ലെങ്കിൽ തെറി പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ സ്വീകരിച്ചത്. പിന്നെ സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാൻസിൻ്റെ പാസ്റ്റ് അങ്ങനെയാണ്, സിമ്പതി അർഹിക്കുന്ന രീതിയിലാണ്. അദ്ദേഹത്തിൻ്റെ മദർ ഡ്രഗ് അഡിക്റ്റ് ആയിപ്പോയി, ഫാദർ അവരുടെ ഫാമിലി ഉപേക്ഷിച്ച് പോയി. അങ്ങനെ ഫാദർ ഉപേക്ഷിച്ച് പോയ ഒരു വീട്, അതിൽ മദർ ഡ്രഗ് അഡിക്റ്റായി, പിന്നെ ഗ്രാൻഡ് മദറാണ് ഇദ്ദേഹത്തെ നോക്കിയിരുന്നത്. അങ്ങനെ ചെറുപ്പത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കാവുന്നതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പതി ഉണ്ടായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ അടുത്ത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ട്രംപിന് ഭയങ്കര അടുപ്പായി. ഇദ്ദേഹം വളരെ ഡിപ്പെൻഡബിൾ ആണ്, ട്രസ്റ്റ് വർത്തിയാണെന്നൊക്കെ തോന്നി. അങ്ങനെ അവർ തമ്മിൽ അടുപ്പാണ്. അപ്പോൾ ഏതായാലും ഈ നമ്മൾ പറഞ്ഞു ഇസ്രായേലിൻ്റെ കാര്യത്തിൽ വ്യത്യാസമാണ്. ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് കംപ്ലീറ്റ്ലി ഇൻ ഫേവർ ഓഫ് ഇസ്രായേലാണ്. എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ലൈൻ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. മാത്രമല്ല ഈ മുമ്പ് ടെല്ലവീവിലായിരുന്നു അമേരിക്കൻ എംബസി. പക്ഷേ പിന്നീട് ജെറുസലേമിലേക്ക് ഈ അമേരിക്കൻ എംബസി മാറ്റിയത് ട്രംപിൻ്റെ കാലത്താണ്. അത് തന്നെ നല്ലൊരു പ്രൂഫാണ്. ആ രീതിയിലാണ് ഓരോ കാര്യങ്ങളും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. മാത്രമല്ല ഇവിടെ ആൻറ്റിസെമിറ്റിസം ഒരിക്കലും അനുവദിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഒരുപാട് സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ജർമ്മനി റീസെൻ്റ്ലി പറഞ്ഞു. അപ്പോൾ ഒരുപാട് സമരങ്ങളൊക്കെ അമേരിക്കയിൽ നടന്നായിരുന്നല്ലോ. ട്രംപ് ആണെങ്കിൽ അത് അനുവദിക്കില്ല. റൈറ്റ് ഫ്രം ദി വേർഡ് ഗോ, തുടക്കത്തിൽ തന്നെ വേണ്ട, ഈ കച്ചവടം വേണ്ടെന്ന് പറയുള്ളൂ ട്രംപ്. അത് എപ്പോൾ ഇനി ഇസ്രായേലിനെതിരെ എന്ത് ജാഥ നടത്തി കഴിഞ്ഞാലും അദ്ദേഹം അനുവദിക്കാൻ പാടുള്ളൂ. അതാണ് അങ്ങനെ വരുന്ന സ്റ്റുഡൻസ് കൂടെ വന്നു കഴിഞ്ഞിട്ട് ഈ പണിക്ക് വരണമെങ്കിൽ അതെ, കയറ്റിവിടും, വീട്ടിൽ പോയി കൊന്നു പറയും. അതാണ് ട്രംപിൻ്റെ പോളിസി. കമലാ ഹാരിസ് പക്ഷേ കമലാ ഹാരിസ് കുറച്ച് സോഫ്റ്റാണ്. കമലാ ഹാരിസ് ഈവൻ ഈ കാശ്മീർ പ്രശ്നത്തിൽ പോലും ഇന്ത്യയോട് അത്ര സിമ്പതറ്റിക് അല്ല കമലാ ഹാരിസ്. അപ്പം കമലാ ഹാരിസ് നമ്മുടെ ആളാണെന്ന് പറഞ്ഞാലും പേരുകൊണ്ട് മാത്രമേ ഉള്ളൂ. പേരുണ്ട്. കമല ദേവി ഹാരിസ് എന്നാണ് ശരിക്കുള്ള ഒഫീഷ്യൽ നെയിം. ദേവിയും കൂടി ഉണ്ട്. പക്ഷേ ഇന്ത്യയുടെ അത്ര വലിയ സിമ്പതിയൊന്നുമില്ല, പ്രത്യേകിച്ച് കാശ്മീർ കാര്യത്തിലില്ല. അല്ല, എനിക്ക് തോന്നുന്നു ഈ ഇസ്രായേലിലും ഇന്ത്യക്കും ട്രംപ് പ്രസിഡന്റ് ആവുന്നതാണ് കുറെ കൂടെ മെച്ചം. ആ രീതിയിൽ ഇന്ത്യക്കും സപ്പോർട്ടായിരിക്കും, ഇസ്രായേലിനും സപ്പോർട്ടായിരിക്കും. ട്രംപ് ആണെങ്കിൽ ഫുൾ സപ്പോർട്ടായിരിക്കും.
അപ്പോൾ നമുക്ക് നല്ലത് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അത്രേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.